ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 7. അഷ്ടാംഗയോഗങ്ങളിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നീ 7 അംഗങ്ങളെ നമ്മളിപ്പോൾ 6 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ സമാധിയെക്കുറിച്ചാണ് പറയണത്. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുത വാരവേ മഹിജധാരണാധികം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത് സമാധിം ഹയി വിശ്വനായക ആശ്രിതാഃ പുനഃ അതഃ പരിച്യുതോ ആരവേമഹി ച ധാരണാധികം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുത വാരവേമഹി ധാരണാധികം. അയി വിശ്വനായക, ഹേ ജഗൽപ്രഭോ, തത്സമാസ്വദന രൂപിണീം ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ സ്ഥിതി അവസ്ഥാവിശേഷമാകുന്ന ത്വത്സമാധിം അവിടുത്തെ സമാധിയെ, അതായത് നിർവികൽപ്പ സമാധിയെ ആശ്രിതാഹ പ്രാപിച്ചവരായിട്ട് അതഹ ഈ പരിച്യുതോ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ പുനഃ വീണ്ടും പുനഃ ച വീണ്ടും ധാരണാധികം ആരവേമഹി ധാരണാദികളെ ആരംഭിച്ചു കൊള്ളാം. ഹേ ജഗൽപ്രഭോ, ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ, അതായത് നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വീണ്ടും ധാരണാദികളെ ആരംഭിച്ചു കൊള്ളാം. നിർവികൽപ്പ സമാധി ഭ്രംശത്തിന് ലയം പറയുമ്പോൾ നിദ്ര, വിക്ഷേപം, അന്യാവലംബനം, അങ്ങനെ കഷായം പറയുമ്പോൾ വിഷയവാസന, രസാസ്വാദം, സവികൽപ്പ ആനന്ദാസ്വദനം എന്നിങ്ങനെ 4 കാരണങ്ങൾ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതായത് ലയം, വിക്ഷേപം, കഷായം, രസാസ്വാദം, അങ്ങനെ 4 കാരണങ്ങൾ സംഭവിക്കുക എന്ന് പറയണം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുത വാരവേ മഹിജധാരണാധികം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുത വാരവേ മഹിജധാരണാധികം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.